ഈ ചെയ്യുന്ന ത്യാഗത്തിന് എനിക്ക് കൂലി എന്നാണ് തോന്നുന്നത്. ഇത്രയും ഞാനിപ്പോ പറയുന്നത്. അയ്യപ്പച്ചേട്ടാ, ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളൊക്കെ നടക്കുന്നതിന്റെ വേളയിൽ ഒരുപാട് ആൾക്കാർ അല്ലെങ്കിൽ ഒരുപാട് വിമിത നീക്കങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അത് കോൺഗ്രസിന്റെ മാത്രമല്ല, കോൺഗ്രസിന്റെയും CPM-ന്റെയും BJP ഇടങ്ങളിൽ പോലും വിമിത ഇടങ്ങളിൽ അല്ലെങ്കിൽ വിമതർ മത്സരിക്കുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അതിൽ തന്നെ വിമിത നീക്കങ്ങൾ എന്ന് പറയുമ്പോൾ പാർട്ടിയോട് ഇത്ര കാലം ചേർന്ന് നിന്ന് പെട്ടെന്നൊക്കെ പോകുന്ന സമയത്ത് എല്ലാവരും അധിക്ഷേപിക്കുകയും ഇവനൊന്നുമല്ല എന്ന നിലപാട് സ്വീകരിക്കുമ്പോൾ പുനലൂരിൽ നിന്ന് ഒരു KC എഫക്റ്റ് ആണ് നമ്മൾ കാണുന്നത്. നെഞ്ചോട് ചേർത്ത് പിടിച്ച് കരളലിയിപ്പിക്കുന്ന ഒരു ദൃശ്യം. എന്തായിരുന്നു പുനലൂരിൽ നടന്നത്? അല്ല, ഇത് ആതിര പറഞ്ഞ പോലെ കോൺഗ്രസ് പാർട്ടിയിൽ പതിവായി ഇങ്ങനെ വിമത നീക്കം ഉണ്ടാവാറുണ്ട്. വിമതന്മാരെന്ന് പറഞ്ഞാൽ ഈ കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ പാർട്ടിയാണല്ലോ. അപ്പൊ ജനാധിപത്യ പാർട്ടിയിൽ ജനാധിപത്യം കൂടുന്നതിന്റെ ഫലമായിട്ട് അവർക്കൊക്കെ തന്നെ മത്സരിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അത് ഇന്നും ഇന്നലെയല്ല, കോൺഗ്രസ് പാർട്ടിയിൽ അത് വളരെ എല്ലാ കാലങ്ങളിലും ഉണ്ടാകുന്നതാണ്. അപ്പോൾ വിമത നീക്കം ഇതിന്റെ ഫലമായിട്ട് പുനലൂരിൽ ഈ കഴിഞ്ഞ ദിവസം സഞ്ജയ് ഖാൻ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം സ്ഥാനാർത്ഥിയാകാൻ പുനലൂർ അദ്ദേഹത്തിന് യോഗ്യതയുണ്ട്. എന്തുകൊണ്ടും കഴിഞ്ഞ നമ്മുടെ ചില കോൺഗ്രസ് സുഹൃത്തുക്കളുമായി സംസാരിക്കുമ്പോൾ പുനലൂര് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് A ഗ്രൂപ്പിനെ നയിച്ച, അപ്പൊ അവിടെ കോൺഗ്രസിന്റെ ശക്തി തന്നെ ഗ്രൂപ്പുകളാണല്ലോ, അങ്ങനെ A ഗ്രൂപ്പിനെ നയിച്ച ഉമ്മൻചാണ്ടിക്കൊക്കെ വളരെ താല്പര്യമുള്ള ഒരു യുവ നേതാവായിരുന്നു ഈ പറയുന്ന സഞ്ജയ് ഖാൻ. അപ്പോൾ ഈ സഞ്ജയ് ഖാന് അവിടെ മത്സരിക്കാൻ താല്പര്യമുള്ളപ്പോൾ തന്നെ ഔദ്യോഗിക പക്ഷം, അതായത് കോൺഗ്രസ് മറ്റൊരു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നു. അപ്പോൾ നിശ്ചയിക്കുന്നതോടുകൂടി സഞ്ജയ് ഖാൻ പിന്നെ നേതൃത്വവുമായി തെറ്റുന്നു. അദ്ദേഹം അവിടെ സ്ഥാനാർത്ഥിയാകാനായി തീരുമാനിക്കുന്നു, സ്വതന്ത്രനാകാൻ തീരുമാനിക്കുന്നു. അവിടെയാണ് നമ്മൾ ഈ കണ്ട ആ ഒരു KC എഫക്റ്റ് എന്ന് പറയുന്നത്, KC വേണുഗോപാൽ ചേർത്ത് പിടിക്കുന്ന ആ ഒരു രംഗം നമ്മൾ കണ്ടത്. സത്യത്തിൽ നമ്മുടെ ഹൃദയം അത് വളരെ ഹൃദയം അലിഞ്ഞു പോകും. അത് കാണുമ്പോൾ നമുക്കങ്ങ് ഇത്രയും ഒരു നേതൃപാടകം എന്ന് പറഞ്ഞാൽ ഇപ്പോ വൈകാരിക രംഗമായിരുന്നു. കാര്യം എനിക്ക് എൻ്റെ ഓർമ്മയിൽ ഈ KCയുടെ ഒരു പ്രത്യേകത, KC ആലപ്പുഴയിൽ നിന്ന് ജയിച്ച ഒരാളാണല്ലോ. എനിക്കൊരു ഉണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഈ VS മരണപ്പെട്ടപ്പോൾ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അത് ഈ മാരാരിക്കുളത്ത് ഇവരുടെ പാർട്ടി, മാരാരിക്കുളത്തല്ല ആലപ്പുഴയിൽ തന്നെ ഇവരുടെ പാർട്ടി ഓഫീസിൽ. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ കാണുന്ന നേതാക്കൾ KC ഉണ്ട്, VD സതീശനുണ്ട്, K സുരേന്ദ്രനുണ്ട്. ഇവരെല്ലാം കണ്ടിട്ട് ഇറങ്ങുവാണ്. അതിൽ VD സതീശനൊക്കെ തിരക്ക് കണ്ടിട്ട് അങ്ങ് പെട്ടെന്ന് എല്ലാവരും ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് പെട്ടെന്ന് അങ്ങ് ഓടി മായുക. സുരേന്ദ്രനും ഓടി മായ. പക്ഷെ KC അങ്ങനെയല്ല. KCയുടെ മണ്ഡലമായതുകൊണ്ടാണോ അതേ എന്തെന്നറിയില്ല, KC എല്ലാവരോടും കൈയൊക്കെ കാണിച്ച് ചിലരെയൊക്കെ അപ്പോഴും പിടിച്ച് ചേർത്ത് നിർത്തിയ കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, KC എന്ന AICCയുടെ വർക്കിംഗ് ജനറൽ സെക്രട്ടറി, അദ്ദേഹത്തിന് കേരളം അദ്ദേഹത്തിന്റെ സ്വന്തം നാട്. അവിടെ ബാക്കി സംസ്ഥാനങ്ങളിലൊക്കെ അദ്ദേഹം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ അദ്ദേഹത്തിന്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. അപ്പോൾ ഇവിടെ ഭരണം വരേണ്ടത് KCയുടെ ആവശ്യമാണ്. KCയോട് ഒട്ടനവധി ചാനലുകളിൽ അഭിമുഖത്തിൻ്റെയും അവരെല്ലാം ചോദിക്കുന്നുണ്ട്, താങ്കൾ മുഖ്യമന്ത്രിയാകുമോ. പിന്നെ അദ്ദേഹത്തിന്റെ ശത്രുക്കൾ പറഞ്ഞുണ്ടാക്കുന്ന കഥകളും വേറെയുണ്ട്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് പോയി ഈ രാഹുൽ ഗാന്ധി അവരുടെ കുടുംബം ശ്രദ്ധിക്കത്തക്ക രീതിയിൽ അദ്ദേഹത്തിന്റെ ഒരു കഴിവ് തന്നെയാണ്. വർക്കിംഗ് ജനറൽ സെക്രട്ടറി ആവുക എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാര കാര്യമല്ല. അപ്പോൾ അവിടെയാണ് ഇത്തരത്തിൽ ഒരു വിമത നീക്കത്തിന് AICCയുടെ ഒരു അംഗമായ അദ്ദേഹം ഏറെ ഉയരങ്ങളിൽ നിൽക്കുന്ന ഒരു നേതാവാണ്. ഒരു ജില്ലയിലെ ഒരു വിമത നീക്കം നടത്താൻ പോകുന്ന ഒരാളിനെ കൂടെ ചേർത്ത് പിടിച്ച് നിർത്തി നിനക്ക് വേണ്ടതെല്ലാം ചെയ്തിരിക്കുമെന്ന് പറയുമ്പോൾ ആ നാടിന് അല്ലെങ്കിൽ ആ നേതാവിന് അതിൽ പരം മറ്റൊരു അപ്രീസിയേഷൻ വേറെ കിട്ടാൻ. അതുകൊണ്ട് തന്നെ ആയിരിക്കാം സഞ്ജയ് ഖാന്റെ കണ്ണുകൾ നിറഞ്ഞത്, ഈറനണിഞ്ഞത്. ആ ഒരു ചേർത്ത് പിടിക്കലില്ല, അങ്ങനെ പിടിക്കേണ്ടതിന്റെ ആവശ്യകതയൊന്നും നിലവിൽ ഈ വിമത നീക്കങ്ങളിൽ നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ അത്ര അത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമൊന്നും ആയിരുന്നില്ല. കാരണം പലയിടത്തും വിമത നീക്കങ്ങളിൽ ഓരോ പാർട്ടികളും സ്വീകരിക്കുന്ന കർക്കശമായിട്ടുള്ള നിലപാടുകൾ നമുക്കറിയാം. താനില്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടിയുണ്ട്, താൻ ഒരാളില്ലെങ്കിൽ എന്താ നമുക്ക് ജയിക്കാൻ പറ്റില്ലെന്നാണോ ഇത്തരത്തിലുള്ള ഒരു നിലപാടെടുക്കുകയും 10 അല്ലെങ്കിൽ 50 60 വർഷവും നമ്മുടെ കൂടെ നിന്ന ആൾക്കാരെ നിഷ്പ്രയാസം തള്ളിക്കളയുകയും വിളിക്കാൻ പറ്റുന്നതിന്റെ മാക്സിമം തെറികളും അല്ലെങ്കിൽ അധിക്ഷേപങ്ങളും ചാർത്തി കൊടുക്കുകയും ചെയ്യുന്ന ഒരു സമയമാണിത്. ഈ സമയത്താണ് പുനലൂരിൽ നിന്ന് ഇങ്ങനെ ഒരു കാഴ്ച ഉണ്ടാകുന്ന ഒരു വിമതനെ അല്ലെങ്കിൽ 50 വർഷമൊന്നും സഞ്ജയ് ഖാനോട്
പാരമ്പര്യമില്ല. സഞ്ജയ് ഖാനപ്പുറത്തേക്കും ഒരു പുനലൂരിലെ ഒരു മുതിർന്ന നേതാവിനെ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ വിമത നീക്കമൊക്കെ ഇല്ലാതായി പോയേനെ. പക്ഷേ അതൊന്നും നോക്കാതെ തന്റെ പ്രവർത്തകനെ നെഞ്ചോട് ചേർക്കാൻ KC വേണുഗോപാൽ തന്റെ ഈ ഇത്രയും തിരക്കിട്ട ഒരു നിമിഷത്തിൽ പുനലൂരിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊരു കോൺഗ്രസിന്റെ വിസ്മയം തന്നെയാണ്. നിങ്ങൾ എത്രയൊക്കെ KC വേണുഗോപാലിനെ താഴ്ത്തിക്കെട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിലും, KC ആണ് കേന്ദ്രമെന്ന് നിങ്ങൾ അധിക്ഷേപിച്ചിട്ടുണ്ടെങ്കിലും, ഇങ്ങനെ എന്തൊക്കെ അധിക്ഷേപ വാക്കുകൾ ഇനി നിങ്ങൾ അദ്ദേഹത്തിന്റെ ദേഹത്തേക്ക് വർഷിച്ചിട്ടുണ്ടെങ്കിലും പക്ഷെ അതൊന്നും ഏൽക്കില്ല. കാരണം ഈ ഒരു നിമിഷം പലരുടെയും ഒന്ന് നെഞ്ചോട് ചേർത്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒന്ന് അടുത്തിരുന്ന് സംസാരിച്ചിരുന്നെങ്കിൽ, ആ സമയത്താണ് ചിലർ പറയുന്നത് ഞാൻ മിസ് കോൾ ചെയ്തിരുന്നു, അയാൾ എന്നെ തിരിച്ചു വിളിച്ചില്ല എന്ന്. അത്തരം ആ ഒരു ധാർഷ്ട്രീയ നിലപാട്, അത് പ്രായത്തിൻ്റെതാകും അല്ലെങ്കിൽ അധികാരത്തിന്റെ തിളപ്പിന്റേതാകാം. പക്ഷെ എന്തായാലും ശരി, അത്തരം നിലപാടുകൾ സ്വീകരിക്കുന്ന ഇടത്ത് ഇതൊക്കെ വസന്തങ്ങളാവും, ഇതൊക്കെ വിസ്മയങ്ങളാവും. ഇതിനെയൊക്കെ വെറും ഷോകളായിട്ടും ഇപ്പോ ഇടത് സൈബറിടങ്ങളിൽ നമുക്ക് പോയി നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കുക, ഇത് വെറും ഷോയാണ്, ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഷോയാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ ഇയാൾ ഇങ്ങനെയൊന്നുമല്ല. പക്ഷെ എന്തുകൊണ്ട് ഇത്ര പോലും, അല്ലെങ്കിൽ മറ്റുള്ളവർ കാണുകയോ കാണാതിരിക്കുകയോ ചെയ്യട്ടെ, ഇതുപോലും നിങ്ങൾ ചെയ്യുന്നില്ലല്ലോ. നിങ്ങളുടെ ഒരു പ്രധാന നേതാവ് പറയുന്നത് ഞാനാണ് ഏകാധിപതി, എൻ്റെ അടുത്തേക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എൻ്റെ കാല് വന്ന് പിടിക്കണമെന്ന് പറയുന്ന ആ നിലപാടിനെക്കാട്ടിലും എത്രയോ ഭേദമാണിത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എല്ലാ പ്രശ്നങ്ങൾക്കും ഇതൊരു കാരണമാ, അല്ലെങ്കിൽ ഒരു ഉത്തരമല്ലേ ചേട്ടാ ഇത്? നമ്മളൊന്ന് നെഞ്ചോട് ചേർത്ത് ഇതിപ്പോ രാഷ്ട്രീയപരമായി കാണണ്ട, രാഷ്ട്രീയപരമായി അല്ലെങ്കിൽ തന്നെ നമുക്കൊരാളോട് വ്യക്തിപരമായ ഒരു പ്രശ്നമുണ്ടായി, അല്ലെങ്കിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി, ഒന്ന് അടുത്തിരുന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നം തീരില്ലേ? അല്ലെങ്കിൽ ഒന്ന് എന്താണ് പ്രശ്നം, നിനക്ക് എന്നോട് തുറന്നു പറയാമല്ലോ, അങ്ങനെ ഒരു രീതിയിൽ നെഞ്ചോട് ചേർത്താൽ തീരാത്ത പ്രശ്നങ്ങൾ എന്തെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആ ഒരു സമയത്ത് സുധാകരനെ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ചേട്ടൻ 2-3 തവണ പറഞ്ഞു സുധാകരനെ പറ്റി സംസാരിക്കുമെന്ന്. സുധാകരന്റെ വിഷയം അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം നിങ്ങൾ പറഞ്ഞിട്ടുള്ള, അദ്ദേഹത്തിന് നേരെ എറിഞ്ഞിട്ടുള്ള ഓരോ കല്ലുകളായിട്ടാണ് ഓരോ വാക്കുകളെ നമ്മൾ കാണുന്നത്. ആ സമയത്ത് ഇത് ഒരു വിസ്മയം തന്നെയാണ്. നിങ്ങൾ പുനലൂരിലേക്ക് നോക്കൂ, അവിടെ സഞ്ജയ് ഖാൻ എന്ന് പറയുന്ന അതെന്താ അഭിനയമായിരുന്നു, നാടകമായിരുന്നു. കൃത്യമായി തനിക്ക് എതിർപ്പുണ്ടായിരുന്നു സഞ്ജയ് ഖാൻ അവിടെ മത്സരിക്കണം, അല്ലെങ്കിൽ അവിടുത്തെ വിമത നീക്കം തന്നെയായിരുന്നു. ഇതേ വിമത നീക്കം കണ്ണൂർ നടക്കുമ്പോൾ നിങ്ങൾ ഒറ്റപ്പെടുത്തുന്നുവെന്ന് നിങ്ങളുടെ തന്നെ നേതാവിന്റെ ഭാര്യ പറയുന്നു. അതേസമയം ആലപ്പുഴയിൽ നോക്കുമ്പോൾ അവിടുത്തെ വിമത നീക്കത്തിൽ നിങ്ങൾ ഇദ്ദേഹം സംഘിയാണെന്ന രീതിയിൽ മുദ്ര കുത്തുന്നു. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്കിത് വിസ്മയം തന്നെയാണ് നേതാവ്, അല്ലെങ്കിൽ സഖാവെ, ഇത്രയൊക്കെ ഉള്ളൂ എന്നാണ് പലപ്പോഴും തോന്നുന്നത്. പക്ഷേ ഇത് ഇപ്പൊ ചിലർ ചോദിക്കും, കോൺഗ്രസിന് ഇതിനു മുൻപും ഇത്തരം പിണക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ, എന്നിട്ട് നിങ്ങൾ എന്തേ അന്ന് കെട്ടിപ്പിടിക്കാതിരുന്നത്, അല്ലെങ്കിൽ ഇത്തരം വിസ്മയങ്ങൾ അവിടെ ഇല്ലാതിരുന്നത്? വിസ്മയങ്ങൾ ഉണ്ടായിരിക്കാം, നമുക്ക് കാണാൻ സാധിക്കാത്തതാണ്. ഇതൊക്കെ കോൺഗ്രസിനെ എപ്പോഴും ജനാധിപത്യ പാർട്ടിയായിട്ടല്ലേ കണക്കാക്കുന്നത്. അവിടെ പിണക്കങ്ങൾ സ്വാഭാവികമാണ്, ഇണക്കങ്ങൾ സ്വാഭാവികമാണ്, കൂടെ ചേർത്ത് നിർത്തുന്നതും സ്വാഭാവികമാണ്. അതുകൊണ്ട് ഇവരിതിനെ അത്ര വലിയ കാര്യമായിട്ടൊന്നും കാണുന്നില്ല. പക്ഷെ ഇപ്പുറത്ത് പലതും നടക്കുന്നത് കൊണ്ടാണ് നമുക്കിത് വലിയ കാര്യമായിട്ട് നമുക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും. അതായത് ഇതിൽ നമ്മൾ പറയാനുള്ളത്, ആതിര പറഞ്ഞ ഒരു കാര്യം, ഒന്ന് ചേർത്ത് നിർത്തി അല്ലെങ്കിൽ ഒന്ന് അടുത്തിരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ സുധാകരന്റെ കാര്യം നമുക്കത് പറയാതെ പോകരുതെന്ന് ഞാൻ പറയാൻ കാര്യം, ഈ പറയുന്ന പാലം ഉദ്ഘാടനത്തിന്, പെരുമ്പളം പാലം ഉദ്ഘാടനത്തിന് ഈ പറയുന്ന മുഖ്യമന്ത്രി എത്തും എന്ന് പറയുകയും അദ്ദേഹത്തിനെ ഒന്ന് കാണാനായി അവിടെ ചെല്ലുകയും ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ തീരാകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. മഞ്ഞുരുകാൻ അധികം താമസം ഉണ്ടായിരുന്നില്ല. അവിടെയും അദ്ദേഹത്തിന്റെ ഈഗോ അദ്ദേഹത്തിന് പോകാൻ അപ്പോൾ അവിടെ അദ്ദേഹത്തിന് പോകാൻ അദ്ദേഹത്തിന്റെ ഈഗോ അനുവദിച്ചില്ല. രണ്ട്, ഇവിടെ തന്നെ ഇത്രയും ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ഈ ഗോവിന്ദൻ എന്ന് പറയുന്ന ഇത് സുധാകരന്റെ കാര്യം ഞാൻ പറഞ്ഞു, അത് അവർക്ക് ആർക്കെങ്കിലും പോയി ഒരു 4 പേര് 5 പേര് ചെന്ന് കാണാതിരുന്നപ്പോൾ പിണറായി വിജയൻ എന്ന അവരുടെ നേതാവ് ചെന്നിരുന്നെങ്കിൽ സുധാകരന്റെ മനസ്സങ്ങ് അലിഞ്ഞനെ സുധാകരൻ പോകില്ലായിരുന്നു. അവിടെ താൻ വലുത് തന്റെ അധികാരമാണ്, താനാണ് വലുത് എന്ന ഈഗോയാണ് ഈ പറയുന്ന അവരുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾക്കിടയിലെ ഈഗോയാണ് ആ പ്രശ്നങ്ങളുടെ കാര്യം. നമുക്കത് സംസാരിക്കേണ്ടിയിരിക്കുന്നു ചേട്ടാ. കാരണം ഇത് താരതമ്യം ചെയ്ത് പോകാൻ ജനങ്ങൾ ആരും ഒറ്റയാന്മാരുടെ ഇടങ്ങളിലേക്കല്ല. എല്ലാവർക്കും ആഗ്രഹം, നിങ്ങൾ മാലാഖകൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരാണ്, നെഞ്ചോട് ചേർത്തിരിക്കുന്ന. തളിപ്പറമ്പിലും സംഭവിച്ചത് കണ്ടില്ലേ? തളിപ്പറമ്പിലും ഈ പറയുന്ന ഗോവിന്ദനെ ഒന്ന് വിളിച്ചിരുത്തി സംസാരിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ, ഒന്ന് വിളിച്ചിരുത്തി എന്താ പ്രശ്നം, നമുക്കത് തീർക്കാം എന്ന് പറഞ്ഞിരുന്നു. അവിടെ കുഞ്ഞികൃഷ്ണൻ ചേട്ടനോടും ആ പറഞ്ഞ കാര്യങ്ങൾ, അത് ഇവിടെയാണ് ജനാധിപത്യ പാർട്ടിയിലെ ഒരു മനസ്സലിവ്, അല്ലെങ്കിൽ പിന്നെ മനസ്സ് കൊടുത്ത് തന്റെ അണികളെ കൂടെ ചേർത്ത്. അത് കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ വലിയ നേതാക്കൾ തമ്മിൽ, അതായത് ഉമ്മൻചാണ്ടിയുടെ മരണശേഷം അവരുടെ പല നേതാക്കളും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ തമ്മിൽ ചില ആശയപരമായി, അത് പറയുമ്പോൾ അവര് VM സുധീരൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഉമ്മൻചാണ്ടിയുമായി ചില കാര്യങ്ങളിൽ അകന്നിരുന്നു എന്നൊക്കെ.
പക്ഷെ അവരുടെ മനസ്സ്, അവരുടെ വാക്കുകൾ, കണ്ഠം ഒക്കെ ഇടറുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ അത് ചെയ്യേണ്ട സമയത്ത് നമ്മൾ ചെയ്യണം. നമുക്ക് അങ്ങനെ ഒരു ഈർഷ്യത ഉണ്ടായിരുന്നുവെങ്കിൽ പറഞ്ഞു തീർക്കേണ്ടതാണെങ്കിൽ പറഞ്ഞു തീർക്കണം. അതിൽ പരം സംഭവിക്കാനൊന്നുമില്ല. അപ്പൊ ഇവിടെ ഒരു ത്രാസിന്റെ രണ്ട് തട്ടിൽ ഈ പറയുന്ന രണ്ട് രാഷ്ട്രീയ പാർട്ടികളെയും നിർത്തുകയാണെന്നുണ്ടെങ്കിൽ മനസ്സലിവ് കൂടുതൽ കോൺഗ്രസിനാണ് എന്ന് ഈ കാലഘട്ടത്തിൽ, ഈ സമയത്ത് നമുക്ക് അങ്ങനെ പറയാനേ കഴിയുള്ളൂ. നേതൃത്വത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യം ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു പാർട്ടി അത് മാത്രമായിരിക്കും. അദ്ദേഹം എവിടെ നിൽക്കുന്നു ചിന്തിക്കുക. കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന അദ്ദേഹം AICCയുടെ വർക്കിംഗ് ജനറൽ സെക്രട്ടറിയാണ്. അവിടെ നിന്നുകൊണ്ട് ഒരു പ്രാദേശിക തലത്തിൽ അല്ലെങ്കിൽ ഒരു ജില്ലാ തലത്തിലെ ഒരു നേതാവിനോട് നിന്നെ ഞങ്ങൾ കാണും, നിന്നെ ഞങ്ങൾ ചേർത്ത് പിടിക്കും എന്ന് പറയുമ്പോൾ അത് അയാൾക്ക് കിട്ടുന്ന ഊർജ്ജം, അത് അയാൾക്ക് മാത്രമല്ല അവിടെ കോൺഗ്രസിന് കിട്ടുന്ന ഒരു ഊർജ്ജം എന്ന് പറയുന്നത് അംഗീകരിക്കപ്പെടുക മാത്രമല്ല, അദ്ദേഹത്തിന് ആ ചേർത്ത് പിടിക്കുന്നതിലൂടെ അവിടെ അദ്ദേഹത്തിലൂടെ തന്നെ പലരും ചോദിക്കുന്നുണ്ടല്ലോ, സീറ്റ് മോഹം കൊണ്ട് അല്ലെങ്കിൽ തനിക്ക് സ്ഥാനാർത്ഥിയാകാൻ പറ്റാത്തത് കൊണ്ട് താൻ പാർട്ടി വിട്ടുപോകുന്നു. ഇത്തരം അഹന്ത, ഇത്തരം ഒരു നിലപാടില്ലായ്മ അല്ലെങ്കിൽ ഇത്തരം നമ്മുടെ നിഘണ്ടൂല വാക്ക് തന്നെയാണ് ചെറ്റത്തരം. അപ്പോൾ ചെറ്റത്തരമായി ചെയ്യുന്ന ഇത്തരം കാര്യങ്ങൾ അംഗീകാരമില്ലാത്ത, അതിപ്പോ പൊളിറ്റിക്സ് ആണെങ്കിലും ശരി, ജീവിതമാണെങ്കിലും ശരി, അംഗീകരിക്കപ്പെടാത്ത ഒരു സ്ഥലത്ത് നമുക്ക് നിൽക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവില്ല. അത് സ്ഥാനമോഹങ്ങൾക്ക് അപ്പുറത്തേക്ക് നമുക്ക് നമ്മൾ തന്നെ നൽകുന്ന ഒരു വിലയാണ്, നമ്മുടെ നിലനിൽപ്പിന്റെ അല്ലെങ്കിൽ നമ്മുടെ സർവൈവലിന്റെ ഒരു രീതി തന്നെയാണ്. ആ ഒരു മോഡിൽ നമുക്ക് ചില പിണക്കങ്ങൾ അനിവാര്യമാണെന്ന് തന്നെ സാധിക്കാൻ പറ്റും. അത് പക്ഷേ അധികാരത്തിന്റെ ആ ഒരു അകമ്പടിയിൽ നിൽക്കുന്ന ചിലർക്ക് അതിനെപ്പറ്റി മനസ്സിലാവില്ല, എന്തുകൊണ്ടാണ് ഇത്തരമുള്ള പിണക്കങ്ങൾ രൂപപ്പെടുന്നതെന്ന്. പക്ഷേ അതിലൊരു അംഗീകാരം അല്ലെങ്കിൽ ചേർത്ത് നിർത്തിയാൽ അത് മാറുമെന്നുള്ള ഒരു ബോധ്യം അല്ലെങ്കിൽ അത്രയും ഒരു വിവരം ഉണ്ടാകാൻ കുറേയധികം ജീവിതങ്ങളായി തന്നെ കാണേണ്ടിയിരിക്കുന്നു. ഒരുപാട് ജീവിതങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ടെന്നും ഒരുപാട് അല്ലെങ്കിൽ സമരമുഖങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതെങ്ങനെ നമ്മൾ കാണുന്നു എന്നതും ഒരു പ്രധാന വിഷയമാണ്. എന്തായാലും ഇതൊരു കരടലയിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. കേരളത്തിലെ കോൺഗ്രസുകാർക്ക് ആകെ മൊത്തത്തിൽ ഉണ്ടാകുന്ന ഒരു ഉത്തേജനം വളരെ വലുതാണ്. അത് KC അങ്ങനെ തന്നെ ചേർത്ത് പിടിക്കുമ്പോൾ കോൺഗ്രസിന്റെ എല്ലാ അണികളെയും ചേർത്ത് പിടിക്കുന്നു എന്ന് തന്നെയാണ് അതിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്.